ധന്യ, കൊല്ലം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം തന്നെയായിരുന്നു ഇത്തവണത്തെ കൊട്ടിക്കലാശത്തിനുണ്ടായിരുന്നത്. ഇത് നേതാക്കൾ തന്നെ, അതായത് LDF, UDF നേതാക്കൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ ആ പറച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രാധാന്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നണികൾ നൽകിയിട്ടുണ്ട്, എത്രത്തോളമാണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം. അത് കോർപ്പറേഷനിലായിക്കോട്ടെ, ജില്ലാ പഞ്ചായത്തിലായിക്കോട്ടെ, ബ്ലോക്കുകളിലായിക്കോട്ടെ, നഗരസഭകളിലായിക്കോട്ടെ, പഞ്ചായത്തുകളിലോട്ടെ പലയിടങ്ങളിലും മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരിടമാണ്. അതിനെ തകർക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു ദൌത്യമാണ്. LDF മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെയ്തു വന്ന പ്രവർത്തനങ്ങൾക്കൊരു തുടർച്ചയ്ക്കൊരു വോട്ടെന്നുള്ള രീതിയിലാണ് നഗരസഭകളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ജില്ലയിൽ എത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ്. ആ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വോട്ടായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF നേതാക്കളുള്ളത്. മറുവശത്ത് UDF ആകട്ടെ, കൊല്ലം കോർപ്പറേഷനിൽ ആദ്യം തന്നെ UDF മേയർ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട്, സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിൽ മുന്നിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞു. അത് ആ കൊട്ടിക്കലാശത്തിലും കാണാൻ സാധിച്ചു. NDAയും വലിയ പ്രതീക്ഷയാണ്. 6 കൌൺസിലുകളുള്ള കോർപ്പറേഷനിൽ വലിയ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ വലിയ രീതിയിലുള്ള ഫണ്ടാണ് പല വാർഡുകളിലേക്കും ഒഴുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താകും ഇതിന്റെ ഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് കൂടുതലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പലയിടങ്ങളിലും വിമത ശല്യമുണ്ട്. അതെല്ലാം എത്തരത്തിൽ ബാധിക്കുമെന്നുള്ളതെല്ലാം അറിയാം. പക്ഷേ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തെ അതൊന്നും തന്നെ ബാധിച്ചില്ല. പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആ ഒരു കൊട്ടിക്കലാശത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ ഒരു ആവേശത്തിൽ പങ്കുചേരുന്നതാണ് കാണാൻ സാധിച്ചത്. ആര്യങ്കാവ് മുതൽ പാരിപ്പള്ളി വരെയും ഒപ്പം തന്നെ മറുവശത്ത് കരുനാപ്പള്ളി വരെയുള്ള മേഖലകളിലെല്ലാം തന്നെ മുന്നണികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എല്ലായിടത്തും തദ്ദേശ തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു ഇന്ന് സംഘടിപ്പിച്ചിരുന്നത്. ധന്യ. ശരി ലിജോ, എറണാകുളത്തേക്ക് പോകാൻ നിതിൻ സേവ്യറുണ്ട്. നിതിൻ, എറണാകുളത്തിന്റെ കാഴ്ചകൾ എങ്ങനെയായിരുന്നു? കൊട്ടിക്കലാശവും കഴിയുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മുന്നണികളെല്ലാം തന്നെയുള്ളത് വലിയ തോതിലുള്ള ആവേശമായിരുന്നു കൊട്ടിക്കലാശത്തിൽ ഈ പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തന അണികളൊക്കെ തന്നെ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനൊടുവിലാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. നാളെ നിശബ്ദ പ്രചാരണമാണ്. അപ്പോൾ അവസാനവട്ടം കൂടി തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയായാണ് മുന്നണികളൊക്കെ തന്നെ ഈ കൊട്ടിക്കലാശത്തെ കണ്ടത്. മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ളവർ, MP-മാർ അടക്കമുള്ളവർ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തിരുന്നു. UDF-ഉം LDF-ഉം NDAയും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ 5 സീറ്റിനാണ് കഴിഞ്ഞ തവണ ഈ ഭരണം UDF-ന് നഷ്ടമാകുന്നത്. അപ്പോൾ ഇത്തവണ അത് തിരികെ പിടിക്കാമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്, കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള വിമത ശല്യം കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു വിമത ശല്യം കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നില്ല. പരമാവധി ആളുകളെയൊക്കെ സംതൃപ്തരാക്കി അല്ലെങ്കിൽ എതിർ ശബ്ദം ഉയർത്തിയിലേക്ക് അനുനയിപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. പക്ഷേ ഇത്തവണ BJPക്ക് വലിയ തോതിൽ വിമതശല്യം നേരിടേണ്ടി വരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താം, വികസന നേട്ടങ്ങൾ മുന്നിൽ നിർത്തി ഭരണം നിലനിർത്താമെന്നാണ് LDF കരുതുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 9 സീറ്റുകൾക്ക് നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം തിരികെ പിടിക്കാമെന്നും LDF കരുതുന്നുണ്ട്. ഈ രണ്ട് പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷയിലാണ് BJPയും അല്ലെങ്കിൽ NDAയും ഉള്ളത്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ അവസാന വട്ടത്തോട് അടുക്കുമ്പോഴും മുന്നണികളൊക്കെ തന്നെയുള്ളത്. ധന്യ. ശരി നിതിൻ, ഇനി കോട്ടയത്തേക്കാണ്. ജോസി ബാബു ഉണ്ട്. ജോസി, കോട്ടയത്തെ കൊട്ടിക്കലാശം എങ്ങനെയായിരുന്നു? നമുക്കറിയാം അവിടെ UDF വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്, ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ LDF-ന് ധൈര്യക്കുറവൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ട് അവസാന ദിവസവും, ഈ പ്രചാരണം അവസാനിക്കുന്ന ദിവസവും അവരുടെ ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു? ആത്മവിശ്വാസം എത്രയുണ്ടായിരുന്നു? ധന്യ, തീർച്ചയായും വലിയ ആവേശത്തിലായിരുന്നു കോട്ടയത്തെ കൊട്ടിക്കലാശവും സമാപിച്ചത്. 3 മുന്നണികളും സജീവമായി പ്രവർത്തകരെ തെരുവിലിറക്കി അവരുടെ ശക്തി കാണിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു അവസാന ദിവസം കണ്ടത്. പരമാവധി പകൽ സമയത്ത് സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനത്തിന്റെ തിരക്കിലായിരുന്നു. സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ട്, അല്ലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. വൈകുന്നേരം വിവിധ കോണുകളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രാദേശികമായി സംഘടിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടുള്ളൊരു കൊട്ടിക്കലാശമായിരുന്നു കോട്ടയത്ത് അരങ്ങേറുന്നത്. മറ്റിടങ്ങളിലൊന്നും ഒരിടത്തും സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ കോട്ടയത്ത് എല്ലാ വർഷവും
ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്തരം സംഘർഷങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. പാലായിൽ കൊട്ടിക്കലാശമില്ലായിരുന്നു. പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് കൊട്ടിക്കലാശം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് മുന്നണികൾ എത്തിയിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അവർക്കൊരു ശക്തമായ തിരിച്ചുവരവ് കോട്ടയത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കുകളിലും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലും അടക്കം ശക്തമായ തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDF നേതൃത്വം പറയുന്നത്. അതോടൊപ്പം തന്നെ NDAയ്ക്കും സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ പേരെ ജയിപ്പിച്ചു കൊണ്ടുവരാം, അംഗങ്ങളെ കൂടുതൽ പേരെ ജയിപ്പിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം NDA ക്യാമ്പും പങ്കുവെക്കുന്നുണ്ട്. പലയിടത്തും വിമതശല്യം ഇരു മുന്നണികൾക്കും തലവേദനയാണ്. പ്രത്യേകിച്ച് പാലാ നഗരസഭയിലടക്കം അത്തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. പലയിടത്തും കോട്ടയം നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ അടക്കം വിമതശല്യമുണ്ട്. അങ്ങനത്തെ വിമതരുടെ പ്രശ്നങ്ങളും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ നിശബ്ദ പ്രചാരണമാണ്. പരമാവധി നിശബ്ദ പ്രചാരണ ദിവസവും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ. അതോടൊപ്പം തന്നെ പ്രവർത്തകർ പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതിനുള്ള നീക്കങ്ങൾ മുന്നണികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട്. ധന്യ.